ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് അടുക്കള ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന കുറച്ച് ബൾക്കായിട്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. പൊതുവേ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു ടിപ്പാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളി ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അല്ലികളായിട്ട് ഓരോന്നായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചുവന്നുള്ളി ഓരോന്നായിട്ടും വേർതിരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റം വേര് ഭാഗം കളയാതെ തന്നെ, അതായത് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് നമ്മളിതൊന്നും ഒലിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേര് ഭാഗമൊന്നും കളയാതെ തന്നെ ഞാനിത് ഓരോന്നായിട്ടും വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ഒരു 5 മിനിറ്റ്, കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നമുക്കതിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ വേരൊന്നും കളയേണ്ട, തലഭാഗമൊന്നും കളയാതെ തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും ഓരോ അല്ലികളായിട്ട് വിടർത്തിയെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതുണ്ടല്ലോ ചെറു ചൂടുവെള്ളം, ഒത്തിരി തിളപ്പിച്ച വെള്ളമൊന്നും ആവരുത്. ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കൈ ഇട്ടാലൊക്കെ അധികം പൊള്ളലൊന്നും ഏൽക്കാത്ത തരത്തിലൊരു ചെറിയ വാം വാട്ടറാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിരുമ്മി തെറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ തൊലികളൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടുന്നതാണ്. കത്തിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് തൊലി ഇതുപോലെ തെറ്റിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ വേര് ഭാഗത്തോടു കൂടി തന്നെയാണ് നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടുന്നത്. ഒത്തിരി നാളൊക്കെ സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കിടന്ന ഉള്ളി നല്ലതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് ഒപ്പിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറോ അല്ലെങ്കിൽ തീയലോ അതുപോലെയുള്ള കറികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അപ്പം ഞാനിത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേര് ഭാഗം നമുക്ക് കളഞ്ഞ് അതുപോലെ ഉള്ളി ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് ആ വേര് ഭാഗമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ അതിൻ്റെ അംശമൊന്നും ഇല്ലാതെ ഒരു ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളമൊക്കെ നമുക്ക് ചീത്തയാക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വേര് ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഉള്ളിയുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ താളിക്കാനും ഒക്കെ ആയിട്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നത് പാചകം ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും നേരത്തെ ഞാൻ കുതിർത്തി വെച്ചതാണ്. ഒരു 5 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ വാം വാട്ടറിൽ കുതിർത്തി വെച്ചതാണ്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെയും തൊലി വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയിൽ മാത്രമല്ല, ചെറിയതായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതായാലും ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉള്ളി ഒലിക്കാനായിട്ട് പറ്റും. സാധാരണ ആ ഒരു ചെറിയ വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക.
വെള്ളത്തിലിടാതെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ തോല് കളഞ്ഞെടുക്കുന്ന, അതും കത്തി ഉപയോഗിക്കാതെ തോല് കളഞ്ഞെടുക്കുന്ന മറ്റൊരു രീതിയാണ് അല്പം വെളിച്ചെണ്ണ, ഉള്ളിയാവട്ടെ വെളുത്തുള്ളിയാവട്ടെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം നല്ല വെയിലിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇനി വെയിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ മൈക്രോവേവിലോ എയർ ഫ്രയറിലോ 10 സെക്കൻഡ് മാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ആ ചൂടോടുകൂടി തന്നെ, ഒത്തിരി ചൂടാവുകയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് മൈക്രോവേവിൽ 10 സെക്കൻഡ് മാത്രം എന്ന് പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി വെന്ത് പോകും. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ വിട്ട് കിട്ടുന്നതാണ്. പിന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കുതിർത്തി വെച്ച വെളുത്തുള്ളി മൊത്തത്തിൽ തന്നെ കൈ കൊണ്ട് മാത്രമായിട്ട് ഞാൻ പീൽ ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ആവശ്യങ്ങൾക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഇതുപോലെ നമുക്ക് ചെയ്യാം. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുപ്പികളുടെ എല്ലാം ഇതുപോലുള്ള അടപ്പുകൾ, ചെറുതും വലുതുമാകട്ടെ, ഇതുപോലുള്ള അടപ്പുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരങ്ങളുണ്ട് കേട്ടോ. അതിൽ വളരെ സിമ്പിളായിട്ടും എന്നാൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള 2 ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പാലൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പുകളും അതുപോലെ വിക്സും അതുപോലെ കോക്കും ഒക്കെ വാങ്ങിയതിൻ്റെ അടപ്പുകളൊക്കെയാണ് കേട്ടോ കയ്യിലുള്ളത്. ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിങ്കിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടെ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി വരുന്ന പാറ്റകളും പ്രാണികളും ഒന്നും ഇല്ലാതെ അവയുടെ എല്ലാം ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 3 കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എഗ്ഗൊക്കെ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ എഗ് ട്രേ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉരുണ്ട് താഴേക്കൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എഗ്ഗ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഈ അടപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുണ്ട് തെന്നി മാറി അത് വീണ് അത് ഉടഞ്ഞു പോകാതെയൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളിത് മറ്റുള്ള കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.